സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. Signing പറയണം. Good afternoon, everyone. I am Sajna Ando, respected Jisha ma'am and my dear friends. Firstly, I would love to still of you to this new class session. This day is very special for all of us. It is a new beginning with new hope, goals, and challenge. I especially welcome our students in this Montessori classroom. We make new friends and I learn the new things and move towards achievement of our dreams. Our classroom teaches us moral values, discipline, and the art of living. Our teachers are always ready to help our students. We hope you all enjoy this class and turns out be a great class session. And I am welcome to Anju KY to say thought and storytelling. Danya Sudhi. Let's get started. Good afternoon, Miss. Every pain gives a lesson, and every lesson changes a person. ഓരോ വേദനയും ഒരു പാഠം നൽകുന്നു. ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റുന്നു. താങ്ക് യു മിസ്. Good afternoon, ma'am. Yeah, yes, good afternoon. Story പറഞ്ഞോട്ടെ. Yeah, yes, please. Title of the story: Hard work is the key to success. In a faraway village lives a hard work farmer who has great field. Year after year, his grapes gives rich harvest, and the farmer become very success. He has 3 sons who are young and energetic, but never bother to work. As the farmer grows old, he begins to worry about his son's future. Then he falls ill and realizes his death is fast approaching. He called his sons and told them, "Dear sons, I see my death near me. But before I bid goodbye to you, I want to share a secret." He told them, "There is a treasure hidden under the field. Dig the entire field after my death to find it." The old farmer dies and his sons perform the last rites. The sons being to dig for the treasure without leaving any part of the field, but they found nothing. However, their digging of the field lead to the cultivation of healthy crops and result in a huge earning. Thus, the earnings make the sons this earnings makes the sons realize what dream does not become reality through the magic. It makes sweat and determination and hard work. Thank you, ma'am. Okay, nice. ധന്യയും സജിതയും ഒരുമിച്ചാണ് ഇരിക്കുന്നത്.
ഒരു ഡിവൈസിലാണ് തന്നെയാണ് ഫോൺ ഫോൺ കംപ്ലൈന്റ് അമ്മ. അപ്പൊ ഞാൻ അത് കുഴപ്പമില്ല. എനിക്ക് നീ ഒരുമിച്ച്, കാരണം നമുക്കൊരു അമ്മയും മോളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണേ. ഇപ്പൊ അങ്ങനെ വല്ല റിലേഷൻ ഉണ്ടോ, സിസ്റ്റേഴ്സ് ആണോ അതറിയാം. നമ്മുടെ ഒരു ബാച്ചില് MT3 അമ്മ, MT4 മോള് അങ്ങനെ പഠിക്കുന്നുണ്ട്. അടുത്തടുത്തുള്ളവരാണോ, തൊട്ടടുത്താണോ വീട്? അടുത്താണ് മാം. ധന്യയുടെ വീടിന്റെ അടുത്താണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുമിച്ച് അപ്പൊ ഒരു ഡിവൈസിൽ ചെയ്യാമല്ലോ, ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട്. എനിക്ക് തോന്നുന്നു അത് നല്ലതായിരിക്കും. കംപ്ലൈന്റ് അല്ലെങ്കിലും ആണെങ്കിലും അത് നല്ലതായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ക്ലാസ് ഫീൽ കിട്ടുമല്ലോ, കൂടെ ഒരാൾ അത് കിട്ടുന്നുണ്ടോ? പിന്നെ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നു തോന്നുന്നു ക്ലാസ്. മറ്റേത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാം, വേറെ എന്തെങ്കിലും പണിക്ക് പോവാം. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. ഞങ്ങൾ സഹോദരിമാരുണ്ട്. സെയിം ബാച്ച് ആണോ നൂറിഷ? സെയിം ബാച്ച് ആണോ നിങ്ങളുടെ ഒരു സഹോദരിമാർ? അതെ മാം, ഈ ബാച്ചിലുണ്ട്. എന്റെ പേരെന്താ വേറെ ആളുടെ? നൂർജഹാൻ. നൂർജഹാൻ. നൂർജഹാനും ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഓക്കെ, വെരി നൈസ്. ഒരേ വീട്ടിലാണോ അതോ? ഇല്ല, സെപ്പറേറ്റ് കെട്ടിച്ചിട്ട് അങ്ങനെ. ഓക്കെ, സോ കുറെ വർക്ക് ഇതിന്റെ പെൻഡിങ് ഉണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് തരേണ്ടത്. ആക്ച്വലി ഈ ഒരു മാസം വളരെ നല്ലൊരു മാസമാണ് അല്ലെ? എല്ലാ മാസങ്ങളും നല്ലതാണ്, പക്ഷെ എന്നാലും 2023-ലും 2025-ലും ഏപ്രിൽ മാസത്തില് നമ്മളുടെ 3 വിശേഷ ദിവസങ്ങൾ ഒരേപോലെ വന്നതാണ്. അങ്ങനെ ഒരു ധന്യമായ ഒരു മാസമാണ് ഏപ്രിൽ നമുക്ക് പറയാം. 2023-ലും ഈ പെരുന്നാള്, ഈദ്, ഈസ്റ്റർ, വിഷു ഏപ്രിൽ തന്നെയായിരുന്നു. 2025 വന്നപ്പോഴും ഈദ്, വിഷു, ഈസ്റ്റർ ഒരുമിച്ച് വന്നു. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് എന്താ പറയാ, ത്യാഗ മനോഭാവത്തിന്റെ ഈദ് പെരുന്നാളും, പിന്നെ മനസ്സിൽ നന്മയും സ്നേഹവും സന്തോഷവും കണിയൊരുക്കി വിഷു, ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വം അറിയിച്ചുകൊണ്ട് ഈസ്റ്ററും വന്ന മാസമാണ് ഏപ്രിൽ. ഞാൻ ആ ഒരു ഏപ്രിലിന്റെ ആ ഒരു പ്രത്യേകത ഇങ്ങനെ ഓർക്കുമായിരുന്നു അല്ലെ. അപ്പൊ എല്ലാത്തിനും നമുക്കൊരു പുതു വെളിച്ചം വന്നു. ഇനി പുതുതായിട്ട് തുടങ്ങണം. എനിക്ക് കുറച്ച് പെയിന്റിംഗ് വർക്ക്സ് ഉണ്ട്. ഞാനൊന്ന് എന്താണ് മതസൗഹാർദ്ദത്തിന്റെ മന്ത്രം. ഓക്കെ, അത് വായിക്കാൻ പറ്റിയില്ല. യെസ്, കറക്റ്റ്. വിഭാഗീയതയൊക്കെ വെടിഞ്ഞ്, കാരണം അങ്ങനെ ഒരു കാര്യം വന്നപ്പോ നമ്മുടെ ആ ഒരു കാര്യം ഭയങ്കര ഡൈവേഴ്സ് നേച്ചർ, കൾച്ചർ, ട്രഡീഷൻസ് എല്ലാം ഡിഫറെന്റ് ആണെങ്കിലും ഒരു യൂണിറ്റി എല്ലാരിലും ഉണ്ടെന്നുള്ളത് ആ ഒരു പ്രകാശം നമുക്ക് കിട്ടിയ ഒരു ചെറിയൊരു വെളിപ്പെടുത്തൽ. അതാണ് ഈ പെരുന്നാളുകളും ആഘോഷങ്ങളും എല്ലാം ഒരുമിച്ച് വന്നത്. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ, ഒത്തൊരുമ എന്നൊക്കെയാണല്ലോ, അല്ലാണ്ട് വഴക്കിടുക എന്നുള്ളതല്ലല്ലോ. ബ്രദർഹുഡ് ആണ് എല്ലാ മതങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്കും ഒരു പുതു നാളം മനസ്സിലായി, ഒരു പ്രകാശം നമുക്ക് എല്ലാവർക്കും കിട്ടി. അപ്പോ വി ക്യാൻ റീസ്റ്റാർട്ട്. എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലോസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ അവിടെ കറക്റ്റ് ആവേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസ്റ്റാർട്ടാണ് നമുക്ക് തുടങ്ങാം. ഓക്കെ, എനിക്കും, കാരണം എനിക്ക് പലപ്പോഴും പല ജോലികളും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാറില്ല. മടിയല്ല, വിട്ടുപോകും. ഈ ക്ലാസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങി കഴിയുമ്പോഴേക്കും ആ ഒരു കണക്ഷൻ പോകും. പിന്നെ എപ്പോഴെങ്കിലും ഓർത്തെടുക്കുമ്പോ അയ്യോ ഈ ബാച്ചിന് ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാനുണ്ടല്ലോ, ഐ ഹാവ് ടു ഡു ദിസ് എന്നുള്ള ആ ഒരു ഇത് വരുന്നത്. അപ്പൊ പലപ്പോഴും പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന, നമ്മളിത് ഏൽപ്പിക്കുന്നത് നമുക്കൊരു ടെക്നിക്കൽ ടീമുണ്ട്, അവരെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി മെസ്സേജ് ചെല്ലുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആയെങ്കിലോ എന്നോർത്ത് നെക്സ്റ്റ് ഡേ ഓഫീസ് ടൈം ആവട്ടെ എന്ന് വിചാരിക്കുമ്പോഴേക്കും വീണ്ടും ബിസി ഷെഡ്യൂളിലേക്ക് പോകും. അതാണ് പറ്റുന്നത്. ഇനിയിപ്പൊ അവരോടൊരു റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് സമയമുള്ളപ്പോൾ അയച്ചിടും, നിങ്ങൾ നിങ്ങളുടെ ഓഫീസ് ടൈമിൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നൈറ്റിൽ 12 മണിക്ക് അയച്ചാലും നിങ്ങൾ മോർണിംഗ് 10 മണിക്ക് നിങ്ങളുടെ ഓഫീസ് ടൈമിലാവുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വേറെ നമ്മളെവിടെയായിരുന്നു?
റെക്കോർഡിനെ കുറിച്ച് ക്ലാസ് എടുത്തത് മാം 2 വീക്ക്. അങ്കിത സജസ്റ്റഡ് ലൈക്ക് കീപ് ദ PDF ഇൻ സ്പ്ലിറ്റപ്സ് അല്ലെ, ഓരോ റെക്കോർഡും ഇങ്ങനെ മാത്രം തരൂ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഒരുമിച്ച് Yes, തരുമ്പോൾ ma'am. കൺഫ്യൂഷൻ വരുന്നു പറഞ്ഞു. ഓക്കെ ഫൈൻ. ഞാനത് സ്പ്ലിറ്റപ്പ് ആക്കിയിട്ടില്ല. ആക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം വേർഡ് ഡോക്യുമെന്റിൽ നിന്ന് ഒരു പേജ് അങ്ങ് കോപ്പി ചെയ്തെടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓരോ Even പേജും assignment also, ma'am. അസൈൻമെന്റ് ഏതായിരുന്നു ഞാൻ പറഞ്ഞേ? റിമോട്ട് കൺട്രോൾ. Remote control of our. ഓക്കെ ഫൈൻ. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിലിടുവോ, ക്ലാസ് റൂമിൽ ഇടുവോ? ക്ലാസ് റൂമിൽ ഇടും. അതാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഞാനത് എന്റെ പല പണികളും ഇങ്ങനെ പെൻഡിങ് ആവുന്നു. അപ്പൊ അത് എനിക്കൊരു വെളിച്ചം കിട്ടട്ടെ, അത് ഞാൻ കറക്റ്റ് ടൈമിൽ ഇടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറയുവേ. ഓക്കെ, നമുക്ക് സ്റ്റുഡൻസിനുള്ള വാക്കങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ട്രെയിനീസ് ആക്കാം. നിങ്ങളെല്ലാവരും ട്രെയിനീസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 6 month ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളൊരു ഹാഫ് ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടാകും. നമുക്ക് സ്റ്റുഡന്റ് എന്നുള്ള വാക്ക് നമുക്ക് വേണ്ട, ട്രെയിനീസ്. ഓക്കെ, സോ ഞാനിപ്പോ ഏത് പോർഷനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? റെക്കോർഡ് അവിടെ നിൽക്കട്ടെ. ആ ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ അതിന്റെ ഡെഡ് ലൈൻ പറഞ്ഞിരുന്നോ, ടൈം പറഞ്ഞിരുന്നോ? യെസ് മാം, ആക്ച്വലി ഞാൻ തന്നെ ഏപ്രിൽ മന്ത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഏപ്രിൽ പകുതി കഴിഞ്ഞിട്ടുണ്ടായല്ലോ മാം റെക്കോർഡിന്റെ. അപ്പൊ എല്ലാവർക്കും ആയിട്ടാ. അപ്പൊ ഈ ഒരു മന്ത്, നെക്സ്റ്റ് മന്ത് ഒന്ന് കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും നിങ്ങൾ ഏത് ബാച്ച് ആയിരുന്നു, മീൻസ് ഏത് മന്തിലാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? ജാനുവരി. ആക്ച്വലി ബാച്ച് ജാനുവരി. ഓക്കെ, നോ പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രം ദ ബിഗിനിങ് തന്നെ ഡീറ്റെയിൽസ് തന്നു. സാധാരണ ഞങ്ങൾക്കൊക്കെ ലാസ്റ്റ് ഒരു ക്ലാസ് തീരുന്നതിന് 2 months മുമ്പാണ് റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് തരുന്നത്. ഞങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു അന്ന് അത് എഴുതാനായിട്ട്. കാരണം കുറേയൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾ നല്ല രസമായിട്ട് എഴുതേണ്ട പല പോർഷൻസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് ടൈം വേണം. പിന്നെ ഞാൻ ഒത്തിരി നേരത്തെ തന്നേ ഉള്ളൂ, അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ ആവണ്ട. പക്ഷെ പെട്ടെന്ന് തീർക്കാൻ നോക്കുക. വെക്കേഷൻ ടൈമിൽ മാക്സിമം വർക്കുകളൊക്കെ ചെയ്യുക. ട്രാവലിംഗ് ഉണ്ട് എല്ലാം, അപ്പൊ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ അത് പെട്ടെന്ന് തന്നെ ചെയ്തേക്കാട്ടോ. ഓക്കെ, നമ്മുടെ ടോപ്പിക് ഏതാണ്, നമ്മൾ എടുക്കേണ്ട പോർഷൻ ഏതായിരുന്നു? ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ എടുത്തോണ്ടിരുന്നത്? വേറെ പറഞ്ഞോയോ? ഞാനും പറഞ്ഞു. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ റിമോട്ട് കൺട്രോളിന്റെ ഇത് തന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഡിസീസിന്റെ ചാപ്റ്റർ എടുക്കുന്നുണ്ടല്ലോ അല്ലെ വേറെ മിസ്? ഓക്കെ, നെക്സ്റ്റ് ഞാൻ പാർട്ട് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് പാർട്ട് അത് ഒരുവിധം കംപ്ലീറ്റ് ആയായിരുന്നു. അപ്പൊ ഞാൻ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് നിങ്ങൾക്ക് എടുത്തോണ്ടിരുന്നത് അല്ലേ? പാർട്ട് 1 യൂണിറ്റ് 6 അല്ലേ എടുത്തോണ്ടിരുന്നത്? അത് ഞാൻ കംപ്ലീറ്റ് ആയെന്നല്ലേ പറഞ്ഞേ. ഞാൻ PFA എടുത്തിരുന്നോ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്? പിന്നെ മോക്ക് ടെസ്റ്റ് ഇടുന്നു പറഞ്ഞിട്ടും എഴുതി വെച്ചിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് ടു ബി ഗിവൺ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പാർട്ട് 1 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ടീച്ചർമാര് കംപ്ലീറ്റ് ആക്കാനുള്ളവർ കംപ്ലീറ്റ് ചെയ്യും. സോ പാർട്ട് 2 നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചർമാർ ആരൊക്കെയാ? അപർണ മിസ്, അശ്വതി മിസ്, അപർണ മിസ്, അശ്വതി മാം, മിൽറോസ് മാം, ജോബ്സ്. പാർട്ട് 2 ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്നോ? യെസ് മാം, മിൽറോസ് മാം, പിന്നെ അപർണ മാം. ഏത് ചാപ്റ്ററാ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അപർണ മാം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മിൽറോസ് മാം. മിൽറോസ് മാം കംപ്ലീറ്റ് ചെയ്തു ചാപ്റ്റർ. സോ പാർട്ട് 2 യൂണിറ്റ് 6 സൈക്കോളജി, അതായത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്ട് ഡിവിഷന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ഈ മോഡ്യൂൾ 1 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 1 and 2 സബ്ജക്ട് ഡിവിഷൻ ഉണ്ടോ കയ്യില്? ഓക്കെ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
7 സബ്ജക്റ്റ് ആണ് ഡിപ്ലോമയ്ക്കുള്ളത്. ഡിപ്ലോമ ആൻഡ് പി ജിക്ക് കോമൺ ആയിട്ട് 7 സബ്ജക്റ്റ് ആണ്. അതിലെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് മോഡ്യൂൾ 1 പാർട്ട് 1 ഉണ്ടല്ലോ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ 8 യൂണിറ്റ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയത്. ആ 8 യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് സബ്ജക്റ്റിൽ വരുന്നത്. സബ്ജക്റ്റിന്റെ പേര് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. നിങ്ങൾക്ക് അതിന്റെ PDF-ഉം സ്പ്ലിറ്റപ്സും അയച്ചു തരും കേട്ടോ, ക്ലാസ് റൂമിൽ ഇടും. രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 2 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ്, യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ. മൂന്നാമത്തെ സബ്ജക്ട് സൈക്കോളജി, യൂണിറ്റ് 6 തുടങ്ങിയിട്ട് യൂണിറ്റ് 10 വരെ. എക്സാം ഈ സബ്ജക്ട് വൈസ് ആയിരിക്കും മോഡൽ എക്സാമും മെയിൻ എക്സാമും നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സ്പ്ലിറ്റപ്പ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ സബ്ജക്ട് 1 കഴിഞ്ഞു, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. സബ്ജക്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റിലെ ചാപ്റ്റർ അപർണ മിസ് എടുക്കുന്നുണ്ട്. സൈക്കോളജി പാർട്ടിലെ ഒരു ചാപ്റ്റർ മിൽറോസ് മാമും എടുക്കുന്നുണ്ട്. ഓക്കെ, അതിലെ സൈക്കോളജി സെക്കൻഡ് സബ്ജക്റ്റിലെ സൈക്കോളജി എന്നുള്ളതിലെ 6th യൂണിറ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പാർട്ട് 3 ഇതുപോലെ തന്നെ രണ്ട് സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, അത് വരുന്നത് യൂണിറ്റ് 1, 3, 4, 5, 6 ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ഇറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് 2, 7, 8, 9, 10. അങ്ങനെ പാർട്ട് 3 രണ്ട് സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് 4 ആണ് നമ്മളുടെ 6ാമത്തെ സബ്ജക്ട്. അത് ഒറ്റ സബ്ജക്റ്റ് ആണ്, മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്. 10 യൂണിറ്റും കൂടെ ചേർന്ന് ഒരു സബ്ജക്ട്. 7ാമത്തെ സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അങ്ങനെ 7 സബ്ജക്ട്സ് ആണ് വരുന്നത്. മെയിൻ എക്സാമിന് 100 മാർക്സിലായിരിക്കും, 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. MCQ തന്നെ ഒരു ആൻസറിന് 2 മാർക്കാണ്, 2 മാർക്സ് ഈച്ച്. 50 ക്വസ്റ്റ്യൻസ് 2 മാർക്സ് ഈച്ച്, അങ്ങനെ 100-ലാണ്. ഓക്കെ, then 7 സബ്ജക്ട്സ്. പിന്നെ PG വരുമ്പോഴേക്കും 2 സബ്ജക്ട് എക്സ്ട്രാ വരും. PG-കാർക്ക് മോഡ്യൂൾ 4ഉം 5ഉം കൂടെ വരുമ്പോൾ PG-യുടെ ആവും. 3 വരെയും കോമൺ ഫോർ ബോത്ത് PG ആൻഡ് ഡിപ്ലോമ. then 2 സബ്ജക്ട്സ് എക്സ്ട്രാ. അപ്പൊ 9 സബ്ജക്ട്സ് ആണ് PG-കാർക്ക് വരുന്നത്. അത് മാനേജ്മെന്റ് ഒരു സബ്ജക്ട്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഒരു സബ്ജക്ട്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പറഞ്ഞിട്ട് 2 സബ്ജക്റ്റ് ആണ്. പിന്നെ ഇത് തിയറി കഴിഞ്ഞുള്ളൂ, പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്. പ്രാക്ടിക്കൽ സെഷനും ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ സെഷനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. PG-കാർക്ക് ഒരെണ്ണം കൂടെ വരും, 6 എണ്ണം. ഓരോ ഏരിയയ്ക്കും 100 മാർക്സ് വെച്ചിട്ടാണ്. ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ അവേഴ്സ്. വൈവയിലെ പെർഫോമൻസും നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ രീതികളും ആക്ടിവിറ്റീസും എല്ലാം ചേർത്തിട്ടാണ് ആ 100 മാർക്സ്. അപ്പോൾ പലർക്കും ഒരു കൺസേൺ ഉണ്ടാകും, എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രഗ്നന്റ് ആണ്, ഡെലിവറി ആയിട്ട് കിടക്കുകയാണ്, കുട്ടി വീട്ടിലുണ്ട്, അതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും, അങ്ങനെ ഒത്തിരി കൺസേൺ പറഞ്ഞവരുണ്ട്. നോ പ്രോബ്ലം, നമ്മൾ ആരെയും ഇറ്റ്സ് മസ്റ്റ് ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് വേണം, എന്നാൽ മാത്രമാണ് നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അത് ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. 3rd പാർട്ട് ആവുമ്പോഴാണ്, പാർട്ട് എടുത്ത് പകുതിയിൽ കൂടുതലാവുമ്പോഴാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മെത്തേഡ്സ് പഠിക്കുന്നു, മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്നു. അപ്പൊ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് പറ്റാത്തവരുടെ കാര്യം, അത്രയും ജെന്യുവിൻ റീസൺ ആണ്, അവർക്ക് പറ്റുന്നില്ല ഈ ഒരു ഇയർ പോകാനെങ്കിൽ അവർക്ക് വൈവ ടൈമില് ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം അങ്ങ് പ്രൊവൈഡ് ചെയ്യും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതായത് മുന്നിൽ ജസ്റ്റ് അസ്യൂം നിങ്ങളൊരു സ്കൂളിലാണ്, KG സെഷനാണ്, അവരെ നമ്പേഴ്സ് പഠിപ്പിക്കണം, കൗണ്ടിങ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കണം, പ്രസന്റ് ചെയ്യാനായിട്ട് പറയും. സോ ആ കാര്യത്തിൽ മടി വിചാരിക്കരുത്. ടീച്ചിങ് പ്രാക്ടീസിന് പോയില്ല എന്ന് പറഞ്ഞ് ഒരു ബാച്ചിലെ വൈവ കഴിഞ്ഞ കുട്ടികൾക്ക് മാർക്ക് കുറച്ചിട്ടില്ല. അവര് നല്ല പോലെ ഇതുപോലെ വിർച്വലി പ്രസന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെഷൻ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവേഴ്സ് ആണ്. അത് ഞാൻ മാർക്ക് ഇടുന്നത് ഞങ്ങൾ 10-ലാണ്. പിന്നെ മാർക്ക് ലിസ്റ്റിലേക്കും സർട്ടിഫിക്കറ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും അത് 100-ലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ റെക്കോർഡ്സ് 5 റെക്കോർഡ്സ് ഉണ്ട് അല്ലെ.
അപ്പൊ 100 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡിന് 20 മാർക്സ് ഈച്ച്. സോ രണ്ടാമത്തെ സെഷൻ റിപ്പോർട്ട്സ്. മൂന്നാമത്തെ സെഷൻ റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്. റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സർവേ, മിനിമം ഒരു സർവേ ചെയ്യിക്കാനായിട്ട് നിങ്ങളെ വിടും. അത് അബൌട്ട് ചൈൽഡ് കെയർ ആയിരിക്കും. ആ സർവേയുടെ റിപ്പോർട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യണം. സോ 5 മാർക്സ് ആ സർവേക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി 5 മാർക്സ് ആണ്, അതായത് 50 മാർക്സ് സർവേ, 50 മാർക്സ് ആണ് അസൈൻമെന്റ്സ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു. ഫസ്റ്റ് ടീച്ചിങ് പ്രാക്ടീസ് 5 hours, സെക്കൻഡ് റെക്കോർഡ്സ്, മൂന്നാമത്തത് റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്, നാലാമത്തത് നമുക്ക് മോഡ്യൂൾ 3 ഉണ്ട്. അത് പ്രാക്ടിക്കൽ സെഷൻ ആണ്. അപ്പാരറ്റസ്, മോണ്ടിസോറി അപ്പാരറ്റസ് വരുന്നതാണ് മോഡ്യൂൾ 3. അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യുന്നു. ആ മോണ്ടിസോറി മെറ്റീരിയൽസ് നിങ്ങൾ ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, പ്രാക്ടിക്കലിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് എത്രത്തോളം നിങ്ങൾ അത് നോളജബിൾ ആണ്, അതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അതൊക്കെയാണ് ആ സെഷനിൽ വരുന്നത്, നാലാമത്തെ സെഷനിൽ വരുന്നത്. അതും 100 മാർക്സ് ആണ്. വൈവയ്ക്ക് 10 കൺവേർട്ട് ചെയ്യും. ദെൻ അപ്പാരറ്റസ് കഴിഞ്ഞിട്ട് ടീച്ചിങ് എയ്ഡ്സ്. നമ്മൾ ഉണ്ടാക്കുന്ന കുറേ ടീച്ചിങ് മെറ്റീരിയൽസ് ഇല്ലേ, അതിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വരാം, മോണ്ടിസോറി മെറ്റീരിയൽസ് വരാം, പിന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, എനി ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, പേപ്പർ ക്രാഫ്റ്റ്, പിന്നെ മാസ്കുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഓരോ സ്റ്റോറി റിലേറ്റഡ് മാസ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവരോടും പറയാറുണ്ട്. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ചുമ്മാ സ്റ്റോറി ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ക്ലാസ്സിലും അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഡ്യൂറിങ് യുവർ സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട് മാസ്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്യാം. ഒരു ബാച്ചിലൊരു കുട്ടി ഫിംഗേഴ്സിന് വെക്കുന്ന രീതിയിലുള്ള മാസ്ക് പ്രിപ്പയർ ചെയ്തു. ആ രീതിയിലുള്ള ഷേപ്സ് ഒക്കെ ഉണ്ടാക്കി സ്റ്റോറി പറഞ്ഞിരുന്നു. നല്ല രസമായിരുന്നു. അല്ലാതെ മാസ്ക് ഇങ്ങനെ സ്ട്രിങ് ഇട്ടിട്ടുള്ള മാസ്ക് യൂസ് ചെയ്യാം. ഇനി അത് കുട്ടികൾക്ക് ഒരു അൺഈസിനെസ് ആണെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കില് ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് മാസ്ക് ഉണ്ടല്ലോ, അത് കയ്യിൽ പിടിച്ച് സ്റ്റോറി നറേറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കത് കൊടുത്ത് അവരെ കൊണ്ട് അത് നമുക്ക് ഒരു ഇനാക്ട് പ്ലേ പോലെ ചെയ്യിക്കാം. അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഇവർക്ക് കൈ വേദനിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ഒരു കുട്ടി പറഞ്ഞത്, അത് അങ്ങനെ ഒരു സ്ട്രെയിൻ അവർക്ക് കയ്യിൽ വരുമ്പോൾ അവർ കൈ മാറ്റി പിടിച്ചോളുന്നു. അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നു. അത് നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് തോന്നി. അങ്ങനെ ചെയ്യിക്കാം. ഇത്രയുമാണ് PG പ്ലസ് ഡിപ്ലോമയുടെ കോമൺ ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ 5 എണ്ണം. അപ്പൊ 500 മാർക്സ് അവിടെ വരിക. ഇത് നിങ്ങളുടെ സ്പ്ലിറ്റപ്പ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും. സബ്ജക്റ്റിന്റെ സ്റ്റെപ്സും ഇത്ര മാർക്ക് കിട്ടി, ചിലപ്പോൾ ഗ്രേഡും കൂടെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ സെഷന്റെ മാർക്കും സെപ്പറേറ്റ് കാണിക്കും. ഇനി കാരണം ഇതിങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ അങ്ങനെയാട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ സ്പ്ലിറ്റപ്പ് സബ്ജക്ട് വൈസ് ആയിരുന്നു. മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും കൂടെ ഒരുമിച്ചായിരുന്നു എന്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ മാർക്സിന്റെ സ്പ്ലിറ്റപ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് നോക്കുമ്പോൾ തന്നെ അവർ അണ്ടർസ്റ്റുഡ് ആണ്. ഓ, ഈ ഏരിയയിലൂടെ എല്ലാം ഇവർ കടന്നുപോയി, അപ്പൊ എല്ലാം ഇനഫാണ്, മോർ ദാൻ ഇനഫാണ്, എല്ലാ കണ്ടക്റ്റും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മളോട് ഒന്നും നിങ്ങൾ എന്ത് പഠിച്ചു, എന്തൊക്കെ ചെയ്തു, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ റെക്കോർഡ്സ് കയ്യിലെടുക്കാം, റിപ്പോർട്ട്സ് സർവേ എടുക്കാം, നിങ്ങൾ ചെയ്ത ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ എടുക്കാം. കാരണം അങ്ങനെ ഇന്റർവ്യൂവിന് പോയ കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ആകുമ്പോൾ വളരെ ഇംപ്രസീവ് ആണ്. പലപ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൈ വീശിച്ചിരുന്നതിനേക്കാളും ഡെമോ ക്ലാസ് എടുക്കാൻ ഡെഫിനറ്റ്ലി അവർ പറയും. അത് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് എടുക്കുന്ന പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ മാസ്ക് ഉണ്ടെങ്കിൽ അവരായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാസ്ക് യൂസ് ചെയ്തിട്ടോ, ഹെൽത്തി ഹാബിറ്റ്സിന്റെ റൈംസ് യൂസ് ചെയ്തിട്ടോ, നമ്പർ സോങ്സ് യൂസ് ചെയ്തിട്ടോ, ആൽഫബറ്റിക്കൽ സോങ്സ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കാമല്ലോ. സോ അതൊക്കെയാണ് ഇതെല്ലാം ആ പറയുന്ന ടൈമിൽ തന്നെ ചെയ്തു വെക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് പറയുന്നത്. ഒന്നും പെൻഡിങ്ങിൽ വെക്കരുത്, എനിക്ക് സമയമുണ്ടല്ലോ പിന്നെ ചെയ്യാന്ന് വിചാരിക്കരുത്. കാരണം ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ ഒരു ഹറിബറി ആയിരിക്കും. കാരണം ഞാനിതെല്ലാം ആദ്യം കൊടുത്തിട്ട് വരെ ചെയ്യാതെ വന്ന കുട്ടികളുണ്ടായിരുന്നു. കാരണം ഈസി ആയിട്ട് വിചാരിച്ചു, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ വിചാരിച്ചപ്പോ വന്ന കുറെ പേരുണ്ട്. അതിങ്ങനെ ക്ലാസ്സിൽ കയറാത്തവരും റെക്കോർഡ് ക്ലാസ് കാണാത്തവരുമാണ് കേട്ടോ. അതിൽ ടീച്ചർമാരുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് വിഷമം വന്നത്. അപ്പൊ സാധാരണ ഒരാളായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഒരു ഫീല് വരില്ലായിരുന്നു. ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു.
അങ്ങനെ വൈവ ടൈം ആയപ്പോ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് മാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ക്ലാസ്സിന് കയറാൻ എനിക്ക് പറ്റാറില്ല, വല്ലപ്പോഴും റെക്കോർഡ് ക്ലാസ് കാണും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പൊ പഠിപ്പിക്കുന്നുണ്ട് ആള്, KG സെഷനിൽ തന്നെയാ പഠിപ്പിക്കുന്നത്. ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പൊ ജോലിക്ക് പ്രോബ്ലം ആവുമല്ലോ, ഒരു പ്രശ്നമാവും. അതുകൊണ്ടാണ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് കോഴ്സിന് ജോയിൻ ചെയ്തത്. അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. ബട്ട് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്യുമല്ലേ, നമുക്കതിന് റിട്ടേൺസ് വേണമെങ്കിൽ നമ്മൾ അത് അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് നമ്മളത് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണമല്ലോ. കാരണം നമ്മളും ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യുക. ഇപ്പൊ എന്റെ കയ്യിൽ എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ 5 റെക്കോർഡ് എഴുതണം എന്ന് എനിക്ക് പറയാം. കാരണം ഐ ഹാവ് മൈൻഡ്, എനിക്ക് എന്റെ കയ്യിൽ എന്റെ റെക്കോർഡ്സ് ഉണ്ട്. ഞാൻ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ ഇതായിട്ട് പറയാം, ഞാൻ ഇതൊന്നും ചെയ്യാതെ വന്ന് നിങ്ങളോട് ഞാൻ ചെയ്യുന്ന പറയാൻ എനിക്ക് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കാര്യമായി പോകൂലേ, എനിക്ക് അതിനുള്ള യോഗ്യത, ഐ എം നോട്ട് ഡിസേർവിങ് ഫോർ ദാറ്റ്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളോട് ചെയ്യാൻ പറയും? ഓക്കെ, കുറെയൊക്കെ ചെയ്തതൊക്കെ പോയിട്ടോ, വേണ്ടി വരും. പക്ഷെ ഇതൊക്കെ തന്നെ റെക്കോർഡൊക്കെ താനെ ചെയ്തത് കാരണം അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. കുറെയൊക്കെ ആവശ്യമില്ല ആ രീതിയിലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ടെക്സ്റ്റും ഇതും എല്ലാം സൂക്ഷിച്ചു വെച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ ചെയ്തില്ലെങ്കിൽ ടീച്ചർക്ക് എങ്ങനെ ടീച്ചറുടെ കുട്ടികളോട് നിങ്ങൾ ഇത് ചെയ്തിട്ട് വരുമെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ടീച്ചറൊന്ന് ചിരിച്ചു കേട്ടോ. ഞാൻ ശരി എന്ന് പറഞ്ഞു, അങ്ങനെ വെച്ചു. അങ്ങനെ ഒരു 3 വീക്സിന് ശേഷമാണ് ആ ടീച്ചർ വൈവയ്ക്ക് വരുന്നത്. വളരെ മിടുക്കിയായിട്ട് എല്ലാം ചെയ്തിട്ട് വന്നു. അവർ ആ 3 ആഴ്ച കൊണ്ട് ഈ പറഞ്ഞ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. എന്ത് ഭംഗിയായിട്ടാ അവര് പ്രസന്റ് ചെയ്തതെന്നറിയോ? ഈ ഭയങ്കര ഇഷ്ടമായ കാര്യം, ഞാൻ അവർക്ക് ആ പ്രസന്റേഷനൊക്കെ നല്ല മാർക്ക് തന്നെ കൊടുത്തു. കാരണം അവരിങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞപ്പോ എനിക്കിനി പറ്റില്ല എന്ന് അവര് ചിന്തിച്ചില്ല. അവർ ആ 3 ആഴ്ച കൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് നല്ലപോലെ ചെയ്തു. അവര് തന്നെയാ ചെയ്തത്. കാരണം ഓരോന്നേ റിലേറ്റ് ചെയ്ത് ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവർ ആൻസർ ചെയ്തത്. അപ്പൊ അത് പക്ഷെ എന്നാലും ആള് സ്ട്രഗിൾ ചെയ്യേണ്ട വന്നു. ആദ്യം തുടങ്ങി ചെയ്തിരുന്നെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യും. പക്ഷെ നല്ല ഭംഗിയായിട്ട്, നല്ലൊരു ടീച്ചറും കേട്ടോ, നല്ലതായിട്ട് കുട്ടികളുമായിട്ട് നല്ല ഒരു കഥയാ പറഞ്ഞത്. ഒരു സ്റ്റോറി നറേഷൻ ആയിരുന്നു. നല്ല വോയിസ് മോഡുലേഷൻ ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ അങ്ങനെ കാണിച്ച് നല്ല രസമുണ്ടായിരുന്നു ഒക്കെ കേൾക്കാനൊക്കെ. അപ്പൊ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. കാരണം ലാസ്റ്റ് മൊമെന്റിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ വൈവ സമയത്ത് എല്ലാവരും റെക്കോർഡ്സും റിപ്പോർട്ട്സും ചെയ്ത മെറ്റീരിയൽസും അടുത്ത് വെക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു കോമൺ മെസ്സേജ് സ്റ്റുഡൻസിന്റെ പ്ലാറ്റ്ഫോമിൽ ഇട്ടപ്പോഴേക്കും നമ്മുടെ സാറിന്റെ ഒരു കുട്ടിയുടെ മെസ്സേജ്, സാർ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം? അപ്പൊ എക്സാമും അടുത്തിരിക്കുവാണേ, പരീക്ഷയ്ക്ക് പഠിക്കണോ അതോ വൈവയ്ക്ക് പഠിക്കണോ, ഈ പറയുന്ന മെറ്റീരിയൽസ് ഉണ്ടാക്കണോ, അസൈൻമെന്റ് എഴുതണോ, റെക്കോർഡ് ഉണ്ടാക്കണോ, നിങ്ങൾ ഏതാ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ. ഞാൻ സാർ ഞാൻ ഇതൊന്നും ഇപ്പൊ പറഞ്ഞതല്ല, ക്ലാസ് തുടങ്ങി 2 months കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞതാണ്. പിന്നെയും ഒരു 8 മാസം കഴിഞ്ഞിട്ടല്ലേ വൈവ, 2 months കഴിഞ്ഞപ്പോ പറഞ്ഞതാണ്. അല്ലാണ്ട് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാർ ഒന്ന് ടീച്ചർക്ക് കംഫർട്ടബിൾ കൺവീനിയൻ അനുസരിച്ച് ചെയ്തോളൂ, നമ്മൾ ഇടപെടില്ല എന്ന് നമ്മളുടെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് കുട്ടികൾ ചോദിക്കുമ്പോൾ മാനേജ്മെന്റിന് അറിയണില്ലല്ലോ എങ്ങനെയാ നമ്മള് വർക്കുകൾ കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അസൈൻമെന്റ് മാത്രം അവർ അറിയുന്നുള്ളൂ, ഇതിന്റെ കാര്യം അറിയണില്ലല്ലോ. ലാസ്റ്റ് മൊമെന്റ് ഞാൻ എന്തോ കൊടുത്തു എന്നല്ലേ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ നല്ലപോലെ ചെയ്ത കുട്ടികളും ഉണ്ട്. ഇതുപോലെ പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഏതോ ഒരു കുട്ടിയുടെ റെക്കോർഡ്സും ഇതെല്ലാം എടുത്ത് ഹസ്ബൻഡും വൈഫും കൂടെ വഴക്കിട്ടപ്പോഴേക്കും ഹസ്ബൻഡ് എടുത്ത് കളഞ്ഞു. അമ്മായിയമ്മയും മരുമോളും കൂടെ വഴക്കിട്ടപ്പോ അമ്മായിയമ്മ എടുത്ത് കത്തിച്ചു കളഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് വൈവയ്ക്ക് 1 week മുമ്പൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു സാരമില്ല, നിങ്ങൾ തന്നെ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ വൈവയിൽ ഞാൻ ചോദിക്കുമ്പോൾ അത് കത്തിപ്പോയെങ്കിലും കളഞ്ഞു പോയെങ്കിലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സാം എല്ലാം കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. കാരണം നമ്മളൊരു ജോബിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടാവരുതല്ലോ, പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ആൻസർ ചെയ്യും, അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി പാർട്ട് 2 സൈക്കോളജി, യൂണിറ്റ് 6 സൈക്കോളജി ആണ് എടുക്കുന്നത്.
അതിന് തൊട്ട് മുമ്പുള്ളത് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പോർഷൻസ് ആണ്. യൂണിറ്റ് 1 തുടങ്ങി 5 വരെ കുട്ടി ജനിച്ച് ഓരോരോ പ്രായം ആകുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, കുട്ടികളുടെ ശാരീരികമായിട്ടുള്ളത്, മാനസികമായിട്ടുള്ളത്, ഇമോഷണൽ ഡെവലപ്മെന്റ്, കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, സോഷ്യൽ ഡെവലപ്മെന്റ്, പിന്നെ ബുദ്ധി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആയ ചൈൽഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നത്. ആ പാർട്ട് 2-ലെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയ സൈക്കോളജി പാർട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിൽ യൂണിറ്റ് 6 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സൈക്കോളജി. യൂണിറ്റ് 10 ആണ് മിൽറോസ് മാം എടുക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി യൂണിറ്റ് 8 ആയിട്ടുള്ള നീഡ്സും യൂണിറ്റ് 9ഉം അശ്വതി മിസ്സോ അപർണ മിസ്സോ ആരെങ്കിലും എടുക്കുന്നത്. അപ്പൊ സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് എടുക്കാൻ പോകുന്നത്. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ വാട്ട് യു ഫീൽ, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? സൈക്കോളജി ഞാൻ അപ്പോഴേക്കും ഇത് ഷെയർ ചെയ്യാനുള്ള ഫയൽ എടുക്കട്ടെ, ഒന്ന് ആലോചിക്കൂ. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഒന്നും മനസ്സിലേക്ക് വരുന്നില്ലേ? ഒരാളുടെ മനസ്സിനെ സ്വഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. മനഃശാസ്ത്രം. നമ്മൾ സൈക്കോളജി പഠിക്കണേ എന്തിനാ? കുട്ടികളെ മാനേജ് ചെയ്യാൻ, കുട്ടികളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്. പല രീതിയിലുള്ള ബിഹേവിയറൽ പാറ്റേൺ ഉള്ള കുട്ടികളാണുള്ളത് അല്ലെ. അപ്പൊ അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ്, ബിഹേവിയറൽ ചേഞ്ചസ് എല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതെ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ വിഷമം നമുക്ക് സെൽഫ് ഹീലിംഗും നമുക്ക് പറ്റും, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും നമുക്ക് പറ്റണം അല്ലെ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് വീട്ടിലുള്ളത് അതാണല്ലോ. ഇത് മുറിവ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് വെച്ച് അതിനെ ഉണക്കുന്നു. നമ്മള് ഉണങ്ങിക്കഴിയുമ്പോ അവിടെ അതിന്റെ ഒരു പാട് കാണും. വേദനയൊന്നുമില്ല, എല്ലാം പോയി, പക്ഷെ പാട്, എന്റെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് അല്ലെ, പാടുണ്ട്, അതെങ്ങനെ മാറ്റും? പാട് മാറാനുള്ള മരുന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കി ഒക്കെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി അത് പാട് നമ്മൾ മാറ്റും. കാരണം നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നു അല്ലെ, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ മനസ്സിനൊരു വിഷമം വരുമ്പോൾ ആ ഒരു ഹീലിംഗ്, നമ്മൾ സെൽഫ് ഹീലിംഗ് നമ്മൾ ചെയ്യും. നമുക്കുണ്ടാകുന്ന വോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം അല്ല, പക്ഷെ അതിനെ ഹീൽ ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മളുടെ മാത്രമല്ല, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെ, നമ്മളുടെ ചുറ്റുമുള്ളവരുടെ. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും മനസ്സിൽ ചെറിയ ചെറിയ മുറിവുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഹീൽ ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞത്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. നമ്മുടെ ഹൃദയം കൊണ്ട് കേൾക്കണം. ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ പ്രഷറൈസ് ചെയ്യരുത്. അവർ തന്നെ പറയും. നമ്മളോട് ഓപ്പൺ അപ്പ് ആവാനുള്ള സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അവർ ഓടി വരും, നമ്മുടെ അടുത്തേക്ക് തന്നെ ഓടി വരും. കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അത് നമ്മളുടെ സ്വന്തം മക്കളാണെങ്കിൽ അവര് വളർന്നുകൊണ്ടിരിക്കുവാണല്ലേ. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു KG സ്കൂളിൽ ചെന്നു, നമ്മളുടെ മുന്നിൽ ആ ഒരു ഏജിലെ കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾക്കറിയാം ആ ഒരു ഏജിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, അങ്ങനത്തെ എല്ലാം നമുക്കറിയാം. എപ്പോഴും നമ്മുടെ മുന്നിൽ ആ ഏജേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് വളർന്നുകൊണ്ടിരിക്കുക. അവരുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും അവരുടെ നീഡ്സ് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഇമോഷൻസ്, ഫീലിങ്സ്, എന്തെല്ലാം ചേഞ്ചസ് അവരുടെ ബോഡിയിൽ വരുന്നു. ആ ഫിസിക്കൽ ചേഞ്ചസ് വരുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവുന്നു. വൈ ദിസ് ഇസ് ഹാപ്പനിങ് ടു മീ, അങ്ങനെ കൺഫ്യൂസ് ആക്കുന്നുണ്ടല്ലേ. പെൺകുട്ടികളിൽ ആ ഒരു പ്രോബ്ലം ഇച്ചിരി കുറവായിരിക്കും. കാരണം അവര് മെൻസ്ട്രേഷനിലൂടെ കടന്നു പോകുന്ന കാരണം അവർക്കറിയാം, അവർക്ക് ആ ഒരു അവയർനെസ് കിട്ടുന്നതുകൊണ്ട് they know that why my physique is like that നമ്മൾ അവർക്ക് മനസ്സിലാവും. പക്ഷെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ അവർക്കും സംഭവിക്കുന്നുണ്ട്. അത് അവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മളോട് പറയാനുള്ള സ്പേസ് നമ്മുടെ വീട്ടിലെ നമ്മളുടെ ആൺമക്കൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര റിലാക്സ്ഡ് ആവും, അല്ലെങ്കിൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അവർക്ക് ഇത് അന്വേഷിച്ച് അവർ വേറെ മാർഗങ്ങൾ തേടും. they went for other means അല്ലെ, വേറെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അന്വേഷിച്ചു പോകും. ഇപ്പൊ ഈ ഡിജിറ്റൽ വേൾഡിന് ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് അവരുടെ അന്വേഷണങ്ങൾ ആ രീതിയിൽ പോകാം. അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന എല്ലാം റോങ് മെസ്സേജസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആൺമക്കളാണെങ്കിലും പലപ്പോഴും അച്ഛന്മാർക്ക്, പാരന്റ്സ് ആയിട്ടുള്ള ഫാദറിന് ഇത് ഇച്ചിരി ചില ഫാദേഴ്സ് ഡീൽ ചെയ്യില്ല. ഇവിടെ എന്റെ ഹസ്ബൻഡ് അങ്ങനെ തന്നെയായിരുന്നു. അയ്യോ അത് ഞാൻ എങ്ങനെയാ പറയാ, അതാണ് അവര് ചോദിക്കുന്നത്.
ഞാൻ മോനോട് അവന്റെ ബോഡിയിൽ വന്ന ചേഞ്ചസും എല്ലാം അവന് ഞാൻ പറഞ്ഞു കൊടുത്തു. അവന് മനസ്സിലാകുന്നേ ഉണ്ടായില്ലായിരുന്നു എന്താ അവന്റെ ബോഡിക്ക് പറ്റുന്നത് എന്നുള്ള അവനും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അത് അവനിപ്പോ 9th പറയാലോ, 8 years അല്ലെങ്കിൽ അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ അവരുടെ ശബ്ദം മാറുന്നു, അവരുടെ ബോഡിയിൽ പല ചേഞ്ചസ് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോ അത് കുട്ടിയോട് പറഞ്ഞു. അവൻ ആ ഒരു സ്പേസ് ഞങ്ങൾക്കിടയിലുണ്ട്. എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയാനും അതുണ്ട്. അത് ആൺകുട്ടിയാണെങ്കിലും അമ്മമാര് ചിലപ്പോ പാരന്റ് സൈഡിലെ 2 റോളും എടുക്കേണ്ടതായിട്ട് വരും. അത് അങ്ങനെ ആകുമ്പോഴേക്കും ഇവര് പിന്നെ പുറത്ത് ഒരാളോ ആശ്രയിക്കില്ല, വേറെ എന്തെങ്കിലും മീഡിയാസ് അവരെ ശ്രദ്ധിക്കില്ല. കാരണം അവർക്ക് വേണ്ടുന്ന എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അത് നമ്മളെല്ലാരും ശ്രദ്ധിക്കുക. പിന്നെ ഓക്കെ, സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അത് എഡ്യൂക്കേഷൻ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിഗ്മയായിരുന്നു. അത് സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അസുഖമുണ്ട്, ഭ്രാന്താണ്, മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളവരാണ് അതിന് പോകുന്നത് എന്നൊരു പണ്ട് തുടങ്ങിയുള്ളൊരു പ്രോബ്ലം ആയിരുന്നു അത്. പക്ഷെ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട് അല്ലെ. നമ്മളുടെ പ്ലെയേഴ്സ് ഒക്കെ, അതായത് ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സ്, അവരൊക്കെ ഗുഡ് കാര്യം. ഓക്കെ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു മാച്ചിന് മുമ്പ് ഇതുപോലെ ആരെയെങ്കിലും പോയി കൺസൾട്ട് ചെയ്യും. കാരണം അവർ അത്ര സ്ട്രെസ്സിലാണ്. അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റിലീഫിന് വേണ്ടിയിട്ട്, ആ പ്രഷറിൽ നിന്നും അവർക്കൊന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇതുപോലെ കൗൺസിലേഴ്സിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ പോയി കണ്ട് അവരുടെ ആ ഒരു ടെൻഷൻ അവരൊന്ന് വെന്റിലേറ്റ് ചെയ്യും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് ആണ് സൈക്കോളജി. അതിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന, നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങള് ഓരോരുത്തരും യുണീക്കാണ് അല്ലെ, എല്ലാം ഒരേപോലത്തെ കുട്ടികളല്ല. അപ്പൊ അവരുടെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടൊരു ടീച്ചർ ഫീൽഡിലുള്ള ഏത് കോഴ്സുകളിലും അവരുടെ സിലബസിൽ സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി ഇത് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലെ ഇമ്പോർട്ടന്റ് ഇതാണ്. നമ്മൾ പറഞ്ഞപ്പോൾ ബിഹേവിയർ ഇഷ്യൂസ് അത് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റുന്നത്. എന്റെ ബിഹേവിയറും അതുപോലെ തന്നെ ഹാബിറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. ബിഹേവിയർ എന്ന് പറയുമ്പോൾ സ്വഭാവം, പെരുമാറ്റം. ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ബിഹേവിയറിൽ ഒരു വ്യക്തിക്ക് ഒരേപോലത്തെ ബിഹേവിയർ ആവണമെന്നുണ്ടോ എല്ലാ സിറ്റുവേഷനിലും? ഇല്ല മിസ്. ചേഞ്ച് ആയി വരാം. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സൊസൈറ്റി, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന ഓരോ കുട്ടിക്കും മാറ്റം ഉണ്ടാവും. അതെ, അപ്പൊ നമ്മളുടെ വീട്ടില് നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളിപ്പോ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസില്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ അവിടെ, ഒരു ഹോസ്പിറ്റലിൽ പോകും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ. അതാണ് ബിഹേവിയറും ഹാബിറ്റ്സ്. സ്മോക്കിംഗ് ഒരു ഹാബിറ്റാണ്, നെയിൽ ബൈറ്റിംഗ് ഒരു ഹാബിറ്റാണ്, പെട്ടെന്നൊക്കെ മാറ്റാൻ പറ്റാത്ത ശീലം എന്ന് നമ്മൾ പറയുന്ന പോലെ. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് 6 സൈക്കോളജി. ആരാ റെഡി ആയിട്ടുള്ളത്? ഹു ഈസ് റെഡി ടു റീഡ് ഫസ്റ്റ് 2 paragraphs? 2 paragraphs, okay. Okay. About psychology. The word psychology comes from the Greek word where psyche means soul and logos means science. Thus, the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is a wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now it has different wings and many research and creations are still being in progress. Psychology is usually defined as the study of human behavior. Some psychologists have gone a step forward. They say that psychology is the science of behavior and cognitive process. Those who work in the field of മ്യൂട്ട് ചെയ്യാമോ? ഈ മൾട്ടിപ്പിൾ വോയിസ്, അതായത് എനിക്ക് തോന്നുന്നു സജ്നയുടെ ആ ഒരു ഇതിൽ നിന്നാ കേൾക്കുന്നത്. രണ്ടുപേരും വായിക്കുന്ന പോലെ തോന്നുന്നു. ഓക്കെ, എനിക്കും അങ്ങനെ തോന്നി.
സഹന ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മാം ഞാൻ അറിയാതെ മൈക്ക് ഓൺ ആയി പോയതാണ്. ഞാനും അതിന്റെ കൂടെ വായിക്കായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. നമുക്കതൊന്നും ഒന്നുകൂടെ നോക്കാം. ഓക്കെ, സോ മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. സൈക്കോളജി സയന്റിഫിക് സ്റ്റഡിയാണ് ശരിക്കും. അപ്പൊ സയന്റിഫിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫാക്ട് അല്ലെ, ശരിയായ ട്രൂത്ത് ഫാക്ട്, അതെല്ലാം കണക്റ്റഡ് ആണ് സയന്റിഫിക് എന്ന് പറയുന്നത്. മൈൻഡ് ആൻഡ് ബിഹേവിയർ, സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. പല വേർഡുകളും ഗ്രീക്ക്, ലാറ്റിൻ അങ്ങനെയൊക്കെ അതിൽ നിന്നെല്ലാം ഡിറൈവ് ചെയ്തതാണ്. അപ്പൊ സൈക്കോളജി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് സൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് സോൾ, ലോഗോസ് മീൻസ് സയൻസ്, സയൻസ് ഓഫ് സോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റഡി. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സോൾ. മോഡേൺ ഇതിന്റെ കുറെ മോഡേൺ തിയറീസും പ്രാക്ടീസസും എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വരുന്നുണ്ട്. അങ്ങനെ പലതും ഇതിന് നല്ലൊരു ഇമ്പാക്ട് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ സൈക്കോളജിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിന് വാസ്റ്റ് ആയിട്ട് പല ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് തന്നെ ഒരു സെഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ എല്ലാം സൈക്കോളജിയുടെ പല പല ആപ്ലിക്കേഷൻസ് ആണ്. ഡെവലപ്മെന്റൽ സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, അങ്ങനെ അങ്ങനെ പല, അതായത് കുറെ ചിറകുകളുള്ള പോലെ, കുറെ ബ്രാഞ്ചസ്, വിങ്സ് ഉള്ള പോലെയുള്ളതാണ് ഈ സൈക്കോളജിയുടെ ഓരോന്നും. നയൻറ്റീൻത് സെഞ്ചുറി ഓൺവേർഡ്സ് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പല പല വിങ്സ്, ബ്രാഞ്ചസ്, പിന്നെ റിസർച്ച് ഏരിയ, പിന്നെ ക്രിയേഷൻസ് എല്ലാം സ്റ്റിൽ ഇൻ പ്രോഗ്രസ് ആണ്. ഓക്കെ, നമുക്കിത് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഷ്യൻ പോലെയാണ്. ഒരു പൂൾ ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് കുറേ കിട്ടും. പല ബ്രാഞ്ചസുകളുണ്ട്, വിങ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ. സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. നിങ്ങൾക്ക് ഈ ചൈൽഡ് ഡെവലപ്മെന്റിൽ കുറേ സൈക്കോ അനാലിസ്റ്റുകൾ കുട്ടികളുടെ വളർച്ചയെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതിലൊരാളാണ് ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, പിന്നെ വിഡോസ്കി, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മോളുണ്ട് അന്ന ഫ്രോയിഡ്. ഇവരൊക്കെ കുറെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റിൽ. ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, അതുപോലെ തന്നെ വിഡോസ്കി, ഇവരൊക്കെ ചൈൽഡ് ഡെവലപ്മെന്റിനെ പല രീതിയിൽ കണ്ടു. കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനനുസരിച്ച് കണ്ടു. അതുപോലെ തന്നെ കുട്ടികൾ സോഷ്യലൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഡിവൈഡ് ചെയ്തു. കുട്ടിയുടെ ബുദ്ധി വളരുന്നതിനനുസരിച്ചാണ് ഒരാൾ ഡിവൈഡ് ചെയ്തെങ്കിൽ, സ്റ്റേജസിനെ ഡിവൈഡ് ചെയ്തെങ്കിൽ കുട്ടി അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഡിവിഷൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോ ഏജിനനുസരിച്ചാണ് എല്ലാവരും ഡെവലപ്മെന്റ് സ്റ്റേജസ് വരുന്നത്. അതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് കുട്ടിയുടെ സെക്ഷൽ ഡിസയർ വെച്ചിട്ടാണ് ഡെവലപ്മെന്റ് പറയുന്നത്. സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ് അദ്ദേഹം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കണ്ടത്. ഭയങ്കര ക്രിട്ടിസൈസ് ഒക്കെ ആയിരുന്നു, ബട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷനിൽ ഭയങ്കരമായിട്ട് ഉറച്ചു നിന്നു. അദ്ദേഹം പറയുന്നത് ബർത്ത് തുടങ്ങിയ ഒരു ഏജ് വരെ കുട്ടി അമ്മയുടെ പാല് സക്ക് ചെയ്യുന്ന ഏജ് അല്ലേ, ആ ഏജ് വരെയും കുട്ടിയുടെ പ്ലഷർ എന്ന് പറയുന്നത് ത്രൂ മൗത്ത് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആ സക്ക് ചെയ്യുന്നതൊക്കെ അതിന് പ്ലഷർ കൊടുക്കുന്നു, ഭയങ്കര ഹാപ്പി ആകുന്നത് ഈ പാല് കുടിക്കുന്ന സമയം, അതാണ് കുട്ടി ഭയങ്കര ഹാപ്പി ആകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ്. പിന്നെ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് ഏനൽ മൂവ്മെന്റ്സ്, അതായത് കുട്ടി മോഷൻ, യൂറിൻ ഇതൊക്കെ പാസ് ചെയ്യുമ്പോൾ അടുത്ത പ്ലഷർ കിട്ടുന്നു. അടുത്ത സ്റ്റേജിന്റെ പ്ലഷർ എന്ന് പറയുന്നത് അതാണെന്ന് പറയുന്നത്. പിന്നെ അഡോളസൻസ് ആ ഒരു ഏജായി, സെക്സ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നു. കുട്ടിയുടെ ഒരു പ്ലഷർ എന്ന് പറയുന്നത് അതിനെ കണക്ട് ചെയ്ത് അദ്ദേഹം വന്നു. കുറെ ക്രിട്ടിസൈസ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാരണം അതൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് തോന്നും. കാരണം ഇദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ജനറൽ ആയിട്ട് പറയാനേ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം നമുക്കറിയാം ആളുകളെ നമുക്ക് രണ്ടായിട്ട് ഒരിക്കലും കാറ്റഗറി ചെയ്യാൻ പറ്റില്ല. മെയിൽ ഫീമെയിലിന് കാറ്റഗറി ചെയ്യാൻ പറ്റില്ലല്ലോ, അതർ ജെൻഡേഴ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒബ്സർവേഷൻസ് എല്ലാ കാറ്റഗറിക്കും ആപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിലൊക്കെ കുറെ വാദങ്ങളൊക്കെ വന്നു. ബട്ട് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല.
കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഇവരെല്ലാരും എങ്ങനെയാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് വെച്ചാൽ നന്നായിരിക്കും. നിങ്ങൾക്കിപ്പോ ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓരോ പ്രായത്തിലും അവരുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം, അവർ സോഷ്യലൈസ് ചെയ്യുന്നത് ഏത് സമയത്താണ്, അവരുടെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് ഏത് സമയത്താണ്, അവരുടെ ഇമോഷൻസ് അത് എക്സ്പ്രസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അത് ഏത് ഏജിലാണ്, പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഏത് ഏജിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പറയാം. നമ്മളിപ്പോ മോണ്ടിസോറി മെത്തേഡാണ് പഠിക്കുന്നത്. പാർട്ട് 3 വരുമ്പോ ഈ പറഞ്ഞ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിനെ നമ്മളുടെ ഫൗണ്ടർ, നമ്മുടെ മറിയ മോണ്ടിസോറി ഡിഫറെന്റ് പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ചൈൽഡ് ഡെവലപ്മെന്റ് നിങ്ങളിപ്പോ പഠിക്കാൻ തുടങ്ങുവാണ്. സോ യു നോ ദാറ്റ് യു വിൽ നോ ഫ്രം ഈച്ച് ലെസൺ ഓരോ ഏജിലും വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ചൈൽഡ്, കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, കുട്ടിക്ക് എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ ലെസണിൽ നിന്നും മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൊച്ചു ബുക്ക് എടുക്കുക. ബുക്കോ ഡയറിയോ വട്ടവർ ഇറ്റ് ബി. ബുക്കായിരിക്കും നല്ലത്. ലൂസ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് മിസ്സായി പോകും. ബുക്കില് നിങ്ങൾ ആദ്യം തുടങ്ങുക കുട്ടി ജനിക്കുന്ന അന്ന് തുടങ്ങി 6 വയസ്സ് വരെ. മോണ്ടിസോറിയുടെ ഡിവിഷൻസ് ആട്ടോ. മോണ്ടിസോറി ശരിക്കും മറിയ മോണ്ടിസോറി കുട്ടിയുടെ ഡെവലപ്മെന്റിനെ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 2 സ്റ്റേജസ്, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ആ 2 സ്റ്റേജസിനെ വീണ്ടും അവര് ഓരോ സ്റ്റേജിനെ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേജായ ചൈൽഡ്ഹുഡില് 2 പീരീഡ്, രണ്ടാമത്തെ സ്റ്റേജായ അഡൾട്ട്ഹുഡില് 2 പീരീഡ്. ഞാൻ ഈ 2 ചാപ്റ്ററിലെയും കൂടെ കണക്ട് ചെയ്യുവാണ്. കാരണം ഡെവലപ്മെന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പൊ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ചൈൽഡ്ഹുഡ് അഡൾട്ട്ഹുഡ്. ഓരോ സ്റ്റേജിനെ വീണ്ടും 2 പീരീഡ് ആക്കി. അതായത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ബർത്ത് തുടങ്ങിയിട്ട് 0 ഇയർ തുടങ്ങിയിട്ട് 12 ഇയേഴ്സ് വരെ ചൈൽഡ്ഹുഡ്. അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 12 to 24 ഇയേഴ്സ് വരെ. ക്ലിയർ ആയോ? നമ്മളുടെ അടുത്ത പാർട്ടിൽ ഒരു ലെസണിൽ അത് വരുന്നുണ്ട്. ഞാനിതിപ്പോ പറയാൻ കാരണം നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത പാർട്ട് എത്തുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ മറിയ മോണ്ടിസോറിയുടെ ഈ ഒരു പീരീഡ്, അതായത് ചൈൽഡ്ഹുഡിലെ ഫസ്റ്റ് പീരീഡ് ആണ് 0 to 6 ഇയേഴ്സ്. എന്തോ ഇവിടെ പറയണോ? അതിന് ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞാണോ? ഓക്കെ. അപ്പൊ മറിയ മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ചൈൽഡ്ഹുഡ്. അതിന്റെ ഏജ് സ്പാൻ ആണ് 0 ഇയേഴ്സ് തുടങ്ങി 12 ഇയേഴ്സ് വരെ. ആ ഫസ്റ്റ് സ്റ്റേജിനെ അവര് 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ചൈൽഡ്ഹുഡിനെ 2 പീരീഡ് ആക്കി. 0 to 6 ഇയേഴ്സ് വരെ ഒരു പീരീഡ്, 6 ഇയേഴ്സ് തുടങ്ങി 12 ഇയേഴ്സ് വരെ ഒരു പീരീഡ്. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റേജിനെ 2 പീരീഡ് ആയി, 0 to 6 ഇയേഴ്സ് ആൻഡ് 6 to 12 ഇയേഴ്സ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ആയ അഡൾട്ട്ഹുഡ്, അതിനെ വീണ്ടും 2 പീരീഡ് ആക്കി. 12 ഇയേഴ്സ് തുടങ്ങി 18 ഇയേഴ്സ് വരെ ഒരു പീരീഡ്, 18 ഇയേഴ്സ് തുടങ്ങി 24 ഇയേഴ്സ് വരെയും അടുത്ത പീരീഡ്. അപ്പൊ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഏജ് പീരീഡ്, അതായത് 0 to 6 ഇയേഴ്സ് അതിന് 3-4-5 പേജ് വെക്കുക. 6 to 12 ഇയേഴ്സ് അതിന് ഒരു 3-4 പേജസ് വെക്കുക. പിന്നെ 12 to 18 ഇയേഴ്സ് അതിനും കുറച്ച് പേജസ് കരുതാം. 18 to 24 ഇയേഴ്സ്. ഈ പ്രായങ്ങളില് കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നുള്ളത് ആ ഓരോ സെഷൻ പേജിലേക്കും നോട്ട് ചെയ്ത് വെക്കുക. ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ പോയിന്റ് ആയിട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതാം. ഓക്കെ. നമുക്ക് ബർത്ത് ടൈമിൽ അറിയാം കുട്ടിയുടെ തല ഉറച്ചിട്ടില്ല, നോട്ടം ശരിയായിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാലേ. അത് ശരിയാകുന്ന അസൈൻമെന്റ് ആയിട്ടാണോ ചെയ്യേണ്ടത്? അസൈൻമെന്റ് അല്ല. ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇതൊരു അസറ്റ് ആണ്. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ നമുക്ക് കയ്യിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല കേട്ടോ. നമുക്ക് ഇനിയുള്ള നമ്മളുടെ ലേണിംഗ് പ്രോസസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മിസ് പറയും ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ കുട്ടി മാ
എന്നുള്ള വാക്ക് പറയുന്നത് ഈ ഒരു ഏജിലാന്ന് പറയുമ്പോൾ ആ ഏജിന്റെ ആ ഭാഗത്ത് കൊണ്ടുപോയി അത് നോട്ട് ചെയ്ത് വെക്കാം. കുട്ടി ആളുകളെ അതായത് കെയർ അച്ഛനാണ് ആ തിരിച്ചറിയുന്ന പ്രായം ഇതാണ്. കുട്ടിയുടെ മസിൽ മൂവ്മെന്റ്സ് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ഈ ഒരു പ്രായത്തിലാണ്. വേഗം ആ ഒരു പേജിൽ കൊണ്ടുപോയി അത് നോട്ട് ചെയ്ത് വെക്കാം. മനസ്സിലായോ? കുട്ടിയുടെ ഇന്റലക്ച്വൽ ലെവൽ അത് തുടങ്ങുന്നത്, കുട്ടി പ്രോബ്ലം സോൾവിങ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ അത് നമുക്ക് ആ ബുക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. നമുക്കതൊരു അസറ്റാ. എവിടെന്നെങ്കിലും അപ്പൊ ആ ഒരു ഒറ്റ നോട്ട്ബുക്കിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓരോ ഏജ് അതിനകത്ത് എഴുതി വെക്കുക. നമ്മുടെ വീട്ടിൽ ആ ഏജിലുള്ള കുട്ടിയുണ്ട്, അവൻ ആദ്യമായിട്ട് കമിഴ്ന്ന് വീണു, ആ ഏജിന്റെ അവിടെ കൊണ്ടുപോയി അത് എഴുതി വെക്കാം. അങ്ങനെ എന്തും നിങ്ങൾക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നോർമൽ ഒരു കുഞ്ഞ് ജനിച്ച് ഇത്ര വയസ്സാകുന്ന വരെയുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. ഇതിനു വേണ്ടിയിട്ട് പല ബുക്കും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ അതിന്റെ ഫുൾ ഇരിക്കുക. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ KG സെഷനിൽ കുട്ടി 4 വയസ്സുള്ള കുട്ടി എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സാധാരണ 4 വയസ്സുകാരന്റെ പോലുള്ള രീതിയല്ല അവൻ കാണിക്കുന്നത്. അവൻ 2 വയസ്സിൽ ചെയ്യേണ്ട കാര്യമാണ് അവൻ 4 വയസ്സിൽ കാണിക്കുന്നത്. യെസ്, ആൻസി എഴുതിയത് കണ്ടോ, ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മോളുടെ 2 ഇയേഴ്സ് വരെ. യെസ്, അതുപോലൊരു ഡയറി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ 4 വയസ്സുകാരൻ 2 വയസ്സിൽ ചെയ്യേണ്ട കാര്യമാണ് ചെയ്യുന്നത്. 4 വയസ്സിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി കുട്ടിയുടെ ഏജ്, ക്രോണോളജിക്കൽ ഏജ് 4 വയസ്സാണ്. പക്ഷെ മെന്റൽ ഏജ് 2 വയസ്സിൽ നിൽക്കുവോ? അവൻ അവിടെ എന്തോ ഒരു വളർച്ച മുരടിക്കുന്ന എന്തോ സംഭവം നടന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കത് പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അവരോട് പറയാം, ഇങ്ങനെ തെറപ്പീസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാം ഇന്ന ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ശരിയായി വരും, നമ്മൾക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ കോഴ്സ് കഴിഞ്ഞ മിക്ക കുട്ടികളും ഈ പറയുന്ന ഇതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയർ ഇഷ്യൂസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് അത് ക്ലിയർ ആക്കി എടുക്കാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾക്കൊക്കെ ചേരാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു സജഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിന്റെ കൂടെ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അല്ലെ? അപ്പൊ എന്താന്ന് വെച്ചാൽ പാരന്റ്സ് ചിലര് കുഞ്ഞുങ്ങളെ അതുപോലുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോകാൻ മടി കാണിക്കും. ആൾക്കാരെ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. ഒരു കുട്ടിയുടെ ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് പാരന്റ്സിനോട് മാത്രം, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് കോൺഫിഡൻഷ്യൽ ആക്കണം. അപ്പൊ അവർക്ക് നമ്മളോടൊരു വിശ്വാസം ഉണ്ടാവും. അവർ വീട്ടിൽ കൊണ്ടുവരും. നമുക്ക് ചെറിയൊരു ഇൻകം ആ ഒരു തെറപ്പിക്കൊക്കെ നമുക്ക് വെക്കാം. പക്ഷെ നമ്മൾ നല്ലപോലെ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ മോണ്ടിസോറി മെത്തേഡ് പഠിച്ച് അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കോഴ്സിന് പോകുന്നവരെ പോലെ തന്നെ നമ്മൾക്കും ആ ഒരു പൊട്ടൻഷ്യൽ വരും. ഈ മെത്തേഡ് അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് ഇവന് ഈ ഒരു പ്രശ്നമുണ്ട്, ഇവന്റെ ലേണിങ്ങിന്റെ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ഇത് ഇങ്ങനെ ചെയ്താൽ അത് കറക്റ്റ് ആകും എന്ന് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റണം. പാരന്റ്സിന്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആകും അവരൊക്കെ. ഫസ്റ്റ് ബാച്ചില് ഒരു കുട്ടി വൈവയ്ക്ക് വന്ന വൈവയ്ക്കല്ല, പ്രാക്ടിക്കൽ സെഷൻ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്താറുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യും കേട്ടോ. ഓൺലൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പറ്റുന്നവരൊക്കെ ഒരു ഡേറ്റ് പറയുമ്പോൾ അവർ ആ ഡേറ്റിന് വന്ന് പ്രാക്ടിക്കൽ ചെയ്ത് പോവാറുണ്ട്. അങ്ങനെ മലപ്പുറത്ത് നിന്ന് വന്ന ഒരു ട്രെയിനി ആയിരുന്നു. എന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു, മിസ് പറഞ്ഞിട്ടുപോലെ ഞാൻ ചെയ്തത് കാരണം എന്റെ മോന് ശരിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒന്നില്ല എന്താ സംഭവം കേട്ടോ. കാരണം ഒരു 8 മാസത്തിൽ കൂടുതലായി. പിന്നെ ഓൺലൈനില് ഇവരെ കാണുന്നില്ലല്ലോ, ഫേസ് സംസാരം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. അതിന്റെ മോന് ചെറിയ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. ഇത് ഇവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഏജ് എത്രയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളൊരു തെറപ്പിസ്റ്റിനെ കാണുക. ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ അത് നേരെ ആകാൻ പറ്റുന്നു. കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയിലുള്ളതാണ്. അപ്പൊ ഒന്നും ഇൻലോസ് സമ്മതിക്കില്ല. കാരണം ഇതാണ് ആ ഒരു പ്രശ്നമാണ്. നമ്മുടെ കൊച്ചിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്, ഇങ്ങനെയുള്ള ക്ലിനിക്കുകളിൽ പോകുന്നതേ അവര് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടിയാണ്, അവനെ ശരിയാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള ബാരിയർ ഒക്കെ വരുന്നതിനെ ഓവർകം ചെയ്ത് തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആ കുട്ടി നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന്
മോനെയും കൊണ്ട് പോയി. അത് തെറപ്പി സ്റ്റാർട്ട് ചെയ്ത് ഒരു സെഷൻ കഴിഞ്ഞപ്പോ തന്നെ കുഞ്ഞിന് നല്ല മാറ്റം വന്നു. അപ്പൊ ഇൻലോസും ഹസ്ബൻഡും അക്സെപ്റ്റ് ചെയ്തു. ഫസ്റ്റ് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്തു, പക്ഷെ പിന്നീട് അവരത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം മോനിലെ വ്യത്യാസം അവർ നേരിട്ട് കാണുവാണല്ലോ. എന്നിട്ട് അതെന്നോട് പറയും, അന്ന് അങ്ങനെ മാം പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി. ഇപ്പൊ നല്ല ഇതായിട്ട് പഠിക്കുന്നുണ്ട്, പെരുമാറ്റമൊക്കെ ഭയങ്കര നല്ല ഒതുങ്ങി, എല്ലാരോടും ഭയങ്കര ഒരു അജിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. ഇങ്ങനെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ അതുണ്ട്. നിങ്ങൾക്ക് അത് വരും, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളും ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളും അതിന്റെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ എന്ത് കിട്ടിയാലും വലിച്ചെറിയുക, ദേഷ്യം, വാശി, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും. പഠനത്തിൽ ഭയങ്കര താല്പര്യക്കുറവ്. ചെറിയ കുട്ടിയാട്ടോ, ഒരു 6 or 5 ആ ഒരു ഏജിലുള്ളതായിരുന്നു. അപ്പൊ നല്ല ഇതായി എന്നൊക്കെ എന്നോടൊന്ന് പറഞ്ഞിരുന്നു. അതിന് ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ഇഷ്യൂസ്, ആ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ്, കാര്യങ്ങള് നമുക്ക് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ, നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ചിലരിങ്ങനെ ബിഹേവിയറും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്, നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അതും ശരി തന്നെയാണ്, റിസർച്ച് ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. എഡ്യൂക്കേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് അതാണ്. ഒരു ആപ്ലിക്കേഷൻ ആണ്, സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു അപ്ലൈഡ് സൈക്കോളജി എന്നും പറയാം. എല്ലാ ടീച്ചേഴ്സും സൈക്കോളജി അവരുടെ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. പല സ്കൂളുകളിലും ഇത് ടീച്ചർമാർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അത് ഈ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടാണ്. പക്ഷെ അതൊരു പ്രഹസനമായിട്ടാണ് പോകുന്നത്. കാരണം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ആണെങ്കിൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉണ്ടാവും. ഈ ഫണ്ട് വേറൊന്നിനും ചെലവഴിക്കാൻ പറ്റില്ലല്ലോ. ഈ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചിട്ട് ഒരു ക്ലാസ് അങ്ങ് കൊടുക്കും. ശരിയായ രീതിയിൽ ഒരു ക്വാളിറ്റിയോട് കൂടി ഇത് ടീച്ചർമാരിലേക്ക് എത്തുവാണെങ്കിൽ മുന്നിൽ വരുന്ന കുട്ടികൾക്കെല്ലാം അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ചില മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ടീച്ചർമാര് പറയുന്ന റിക്വസ്റ്റ് അതാ, ആ ഒരു ഫണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ക്ലാസ് എടുക്കും. ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റഡ് ആകും. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകാനും പറ്റുന്ന ടീച്ചർമാരെ തന്നെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സൈക്കോളജിയുടെ കാര്യങ്ങൾ. നമുക്ക് ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും തിരക്കോടി ചിരിക്കുവാന്ന്, എന്നാലും ആ ഒരു ആരാ റീഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്? ഒരു പാരഗ്രാഫും കൂടെ ഉള്ളൂ. അതായത് എനിവൺ പ്ലീസ്? ആരും ഇല്ലേ? എല്ലാരും ഉറങ്ങിപ്പോയോ? ഞാൻ തന്നെ വായിക്കാം. Okay. Very recently, another wing of psychology has shown fast and dynamic progress, which is developmental psychology or lifespan psychology. It deals with the changes in behavior and cognitive process over the lifespan. Therefore, it is very much related to child psychology and education psychology, which all teachers are wanted to know. Child psychology is concerned with the development and behavior of children. This wing of psychology differentiates children from adults and deals with their behavior and development from a practical, systematic point of view. H.R. Schaffer has defined it as the scientific study of children's behavior and development. It's a mute. താങ്ക് യു. കുട്ടികളും അഡൽട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളാണല്ലേ. കാരണം വലിയ ആൾക്കാരെ പോലെ കുട്ടികൾ എന്ന് പറയാനും പറ്റില്ല. ആ ഒരു രീതി കുട്ടികളുടെ ബിഹേവിയർ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് അഡൽട്ട്. കുട്ടികളെ ഡീല് ചെയ്യുമ്പോൾ ആ സൈക്കോളജി അത് വേറൊരു രീതിയിൽ തന്നെയാണ്. H.R. ഷോഫർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബോൺ സൈക്കോളജിസ്റ്റ് ആണ്. ഡെവലപ്മെന്റ് സൈക്കോളജിയിലാണ് അദ്ദേഹം കൂടുതൽ ഇതായിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് കുട്ടികളുടെ ബിഹേവിയറും ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. സൈക്കോളജി ഇറ്റ്സെൽഫ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. അത് ചൈൽഡ് സൈക്കോളജി ആകുമ്പോൾ
കുട്ടികളുടെ ബിഹേവിയറും അവരുടെ ഡെവലപ്മെന്റും അവർ വളർന്നുകൊണ്ടിരിക്കുക. അഡൾട്ട് മീൻസ് അവരുടെ വളർച്ച കഴിഞ്ഞു അല്ലെ, അവര് കഴിഞ്ഞു. പക്ഷെ കുട്ടികളിൽ ഓരോരോ പ്രായത്തിനും അവരുടെ വളർച്ച പല പല സ്റ്റേജസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയർ മാത്രമല്ല, അവരുടെ ഡെവലപ്മെന്റിന്റെയും കൂടി സയന്റിഫിക് സ്റ്റഡിയാണ്. ജർമ്മൻ ബോൺ ബ്രിട്ടീഷ് ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം, HR ഷോഫർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില പേരുകളൊക്കെ കാണുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ 2-3 പേരുകളുണ്ടല്ലോ, സിഗ്മണ്ട് ഫ്രോയിഡ്, ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, വിഗ്ഡോസ്കി, ഇത്രയും പേരെയും കൂടെ ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ആരെങ്കിലും എനിക്ക് വാട്സാപ്പിൽ ഒരു ഹായ് ഇടുവാണെങ്കിൽ ഈ പേരൊക്കെ ഞാനൊന്ന് അയച്ചു തരാം. കാരണം ഇപ്പൊ നമുക്ക് സമയമില്ല, 1:30 എനിക്ക് അടുത്ത ക്ലാസ്സിൽ കയറണം. അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, അവരുടെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ അതേ നമുക്ക് അറിയേണ്ടതുള്ളൂ കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മാം. Good afternoon, everyone. Sorry, please excuse my sound. I got a bad cough. I hope everyone can understand the lesson. Jisha ma'am took the class very interesting. Ma'am started the class with saying unity in religion and how it reflects in society. And ma'am briefs about the exams, assignments, and records. And today we start the lesson with Unit 6, Psychology. Starting with the unit, psychology is understanding of a human mind, and it is a process of healing their confusions and pains. Being a Montessori teacher, we have to interact with the kids, so we have to understand the kids' emotion, feelings, and behavior issues. It's also help for our Montessori training. And I'll take this time to say heartily thanks to Jisha ma'am. Ma'am, you're so inspiring and motivating us. Thank you so much. And my dear friends, thank you for your presence and interactions. Thank you. ഓക്കെ, ആര്യയുടെ മെസ്സേജ് ഞാൻ കണ്ടു. ആര്യ നഴ്സറിയിൽ ക്ലാസ് എടുത്തു. എന്ത് ക്ലാസ് എടുത്തേ? ഹെൽത്ത് ഹാബിറ്റ്സിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്തു. ഇന്നാ പോയതേ മാം. കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളായിരുന്നു കേട്ടോ, 3 കുഞ്ഞുങ്ങളെ ഉള്ളായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് തീമിലൂടെയാ അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ? ഹാബിറ്റ്സ്, നമ്മൾ ബ്രഷ് ചെയ്യുന്നത്, ബാത്ത്, ഇതെല്ലാം കൂടി ഒരു ചാർട്ടായിട്ട് പിക്ചർ ചെയ്തു. എന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളടുത്ത് ചോദിച്ചു ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടോ. 3 കുഞ്ഞുങ്ങളെ ഉള്ളുവായിരുന്നെങ്കിലും അതിൽ 2 കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനിലാ പോയത്. കുഞ്ഞുങ്ങൾ ഇനി റെസ്പോണ്ട് ചെയ്യും, ആദ്യമായിട്ട് കാണുന്നതല്ലേ. അപ്പോ പക്ഷെ നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്നു. കുഞ്ഞുങ്ങളുടെ എല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഒരു സ്റ്റോറി, ചെറിയൊരു സ്റ്റോറി ഇട്ട് ഒരു ചാർട്ട് വർക്കും കൂടെ ചെയ്തു. എന്നിട്ട് ഞാൻ ആ സ്റ്റോറി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കുഞ്ഞു കഥയായിരുന്നു. ചെടി നടുമ്പോഴത്തേക്കും മണ്ണിൽ കളിച്ചിട്ട് കൈ കഴുകാതെ, സോപ്പിട്ട് കൈ കഴുകാതെ പോയി അമ്മ പറഞ്ഞു കൊടുക്കുക, സോപ്പിട്ട് കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ. ഞാൻ എന്ത് ചോദിച്ചു, കൈ കഴുകാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കൈ കഴുകും, സോപ്പിട്ട് കഴുകും, രാവിലെ എണീറ്റിട്ട് എന്തോ ചെയ്യുന്നൊക്കെ ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞാൻ മുഖം കഴുകും, ബ്രഷ് ചെയ്യും, കുളിക്കും എന്നൊക്കെ പറഞ്ഞു. 2 പ്രാവശ്യം ബ്രഷ് ചെയ്യും, 2 പ്രാവശ്യം കുളിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കുഞ്ഞുങ്ങൾ കുറവാണ്. ഇവിടേക്ക് കുഞ്ഞുങ്ങൾ കുറവാണ്. നഴ്സറിയിൽ അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളൊന്നും കാണില്ല. അപ്പൊ പക്ഷെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ ഭംഗിയായിരുന്നു. എല്ലാ പേരും റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു എന്ന് വിചാരിച്ചു. അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് എന്താ? ഇല്ല, മക്കള് പറഞ്ഞു ടീച്ചർ ഇനി വരുമോ എന്നൊക്കെ മക്കള് ചോദിച്ചു. ടീച്ചർ ഇനി അടുത്ത് എന്നാ വരുന്നേ, പിക്ചറൊക്കെ കൊണ്ട് എന്നാ വരുന്നേന്നൊക്കെ ചോദിച്ചു. കുഞ്ഞുങ്ങൾ ടീച്ചർ ഇങ്ങനെ ഓരോന്നൊക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ടേ അവിടെ. ടീച്ചർ ഒരുപാട് ഇതൊക്കെ ഉണ്ട്, പിക്ചറൊക്കെ ഒട്ടിച്ചിട്ട് ഒരുപാട് വേറെ അവർക്ക് അറിയാം. ഞാൻ പുതുതായിട്ട് പറഞ്ഞു കൊടുത്ത ആ ഒരു ഇതില്ല, മക്കൾക്ക് അറിയാം ഇന്നതുപോലെ ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മക്കൾക്ക് അറിയാം. ഓക്കെ ഉണ്ണിമേരി, ഞാൻ മെസ്സേജ് കണ്ടു. ഞാനത് കൺസേൺ എനിക്ക് മനസ്സിലായി. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. കാരണം വേറെ ഒന്നും എന്റെ ഓഫീസിൽ സാറ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ആരെങ്കിലും ഷെയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉണ്ണിമേരിക്കുന്ന ഷെയർ ചെയ്യൂ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ ഫൈൻ, ഞാൻ ലീവ് ചെയ്യാണ്. എനിക്ക് കോൾ ഒന്ന്
Thank you, ma'am. Okay, thank you. Okay, thank you. Thank you, ma'am. Ma'am.